ബീഫ് ബിരിയാണി ഇതുപോലെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. സവോളയൊന്നും വഴറ്റാതെ കുക്കറിലാണ് മസാലയെല്ലാം നമ്മൾ വിസിലടുപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഗ്യാസൊന്നും ചിലവാക്കാതെ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തലശ്ശേരി സ്റ്റൈൽ ബീഫ് ദം ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ബീഫ് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞെടുക്കണം. വലിയ പീസ് വേണം ബിരിയാണിക്ക് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 4 സവോള നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് കുറച്ച് കൂടുതലിടണം കേട്ടോ. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്, മല്ലിയിലയും പുതിനയിലയും അത് ഓരോ പിടി അങ്ങ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ബീഫ് ആയതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികൾ മതി. മുളക് പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ ബിരിയാണിക്ക്. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി, സമയം ഉണ്ടെങ്കിൽ ഈ ഒരു മസാല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ കുറച്ച് പശു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം വെക്കാം. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് വെക്കുന്നില്ല, നേരെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചെടുക്കണ്ട കേട്ടോ, ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ബീഫൊക്കെ ഇതാ കുക്കർ അടച്ചങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് റൈസ് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ റോസ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് എപ്പോഴും ഫ്ലേവർഫുള്ളായിട്ടുള്ള അരി ഈ റോസ് കൈമ തന്നെയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും ഈ അരിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ റൈസ് ഒന്ന് കഴുകി ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത്, സവോള കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുവേ. എന്നിട്ട് അരി നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അരി ഉള്ളതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത്, ഒരു 2 കിലോ അരിയൊക്കെ വയ്ക്കുന്നെങ്കിൽ ഒരു 1.25 കപ്പ് വെള്ളം മതിയാവും. ഇനി ഉപ്പും നാരങ്ങാനീരും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ റൈസ് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകില്ല, ആ ഒരു പരുവത്തിൽ വേണം കിട്ടും. ഇനി വെന്ത് കിടക്കുന്ന മസാല ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിലിട്ട് വെള്ളം ഒന്ന് വറ്റിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ടതും വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. മുകളിലായിട്ട് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ കളറിന് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ ഒഴിക്കാൻ. അതിങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്.